ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ആദ്യം കാണിച്ച പോലത്തെ ഒരു കമ്പി നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മളിങ്ങനെ ചെറിയ ശാഖ പോലെ ഇങ്ങനെ കിടക്കുന്ന മാതിരി നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളിതാ ഇതേപോലെ ഒരു ഗ്രീൻ കളറിലുള്ള ക്രാഫ്റ്റ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇതേപോലത്തെ ഒരു യെല്ലോ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ചതുരത്തിൽ വെട്ടിയെടുക്കാം കേട്ടോ ആദ്യം. എന്നിട്ട് അത് ഇതേപോലെ 4 ഇതായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത ശേഷം നമുക്കൊരു എതളിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനകത്ത് ഒരു 2 ഇതൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് പശ വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു പൂവിൻ്റെ ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വിടർത്തുമ്പോഴത്തേനും ഒരു ചെറിയൊരു പൂ പോലെ കിട്ടും. എന്നിട്ട് അതിനകത്തു നിന്നാണ് നമ്മൾ 2 ഇതൾ വീതം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു പൂവ് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതായിട്ട് ഉണ്ടാകും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒരു പൂവും കൂടെ വെച്ചിട്ട് അപ്പോൾ കുറച്ചും കൂടെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് പൂക്കൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മളിതിൻ്റെ ചെറിയ മൊട്ട് പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതേപോലെ ക്രാഫ്റ്റ് പേപ്പർ തന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്രാഫ്റ്റ് പേപ്പർ തന്നെ വേണമെന്നില്ല, അല്ലാതെ വേസ്റ്റായിട്ട് വരുന്ന ന്യൂസ് പേപ്പർ ആയാലും നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ മുട്ടിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയാലും മതി. എന്നിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ പൂക്കളാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചധികം പൂക്കളും ആ മുട്ടുകളും ഒക്കെ ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ഗ്രീൻ പേപ്പറിലോട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുമ്പ് നമ്മളിതാ ഇതിൻ്റെ നടുക്ക് കണിക്കൊന്ന പൂവിൻ്റെ നടുക്ക് ഇങ്ങനെ ചെറിയ നാര് പോലെ ഇങ്ങനെ കിടക്കില്ല, അപ്പോൾ അതേപോലെ നമ്മളിതാ ഒരു ലൈറ്റ് യെല്ലോ കളറിലെ പേപ്പർ വെച്ചിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മളിതാ നേരത്തെ ബാലൻസ് വേസ്റ്റ് വന്നിട്ടുള്ള യെല്ലോ കളറിലെ പേപ്പർ കുഞ്ഞായിട്ട് വെട്ടിയിട്ട് ഈ നാരിൻ്റെ ഈ അറ്റത്തായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണിക്കൊന്നയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ കണിക്കൊന്ന പൂവൊന്നും കിട്ടാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.